നമസ്കാരം. സ്വത്ത് അന്യായമായി തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഭർത്താക്കന്മാർ ഭാര്യയെ കൊല്ലുന്ന വാർത്തകളും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന വാർത്തകളുടെയും ഒക്കെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു കൊലപാതകിക്ക് കൊല ചെയ്യപ്പെടുന്നയാളുടെ സ്വത്തുക്കളിൽ പിന്തുടർച്ച വഴി അവകാശം ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം സെക്ഷൻ 25 ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മരണപ്പെടുന്നയാളുടെ സ്വത്തുക്കളിൽ പിന്തുടർച്ച വഴി കൊലപാതകിക്ക് അവകാശം ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൽ നിന്നും നേട്ടം അനുവദിക്കാൻ പാടില്ല എന്ന തത്വത്തിൽ നിന്നാണ് ഈ നിയമത്തിന്റെ ഉത്ഭവം. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലും അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് ബാധകമായ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലും ഇതേപ്പറ്റി വ്യക്തമായി പറയുന്നില്ല എങ്കിലും അവരും മേൽപ്പറഞ്ഞ തത്വമാണ് പിന്തുടർന്നു പോരുന്നത്. ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളും അതുപോലെ തന്നെ സുപ്രീം കോടതിയും പല വിധികളിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കൊലപാതകിക്ക് പിന്തുടർച്ച വഴി കൊല ചെയ്യപ്പെടുന്നയാളുടെ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയില്ല എന്ന്. കൊല ചെയ്യപ്പെടുന്നയാള് വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കൊലപാതകിക്ക് ആ വിൽപ്പത്ര പ്രകാരം സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയില്ല. നോ പേഴ്സൺ ക്യാൻ ബി അലൗഡ് ടു ടേക്ക് ബെനിഫിറ്റ് ഫ്രം ഹിസ് ഓൺ ക്രൈം എന്ന തത്വമാണ് ഈ നിയമങ്ങളുടെയെല്ലാം അടിസ്ഥാനം. അപ്പോൾ ഓർമ്മിക്കുക, ഒരു കൊലപാതകിക്ക് പിന്തുടർച്ച വഴി സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയില്ല.